അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. എന്താ ഇനി മുതൽ സിൻഡിക്കേറ്റിന്റെ കാര്യമെല്ലാം പുഷ്പം നോക്കിക്കോളും. ആളെ കാണിപ്പാക്കത്ത് പ്രതിജ്ഞ. സി ജോസഫ് വിജയനും ഞാൻ, അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ, உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும். ആരാധകരുടെ പുഷ്പവൃഷ്ടിക്ക് നടുവിലൂടെ കറുത്ത കാറുകളുടെ അകമ്പടിയിൽ നായകന്റെ എൻട്രി. ആർത്തു വിളിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് കറുപ്പും വെളുപ്പും ധരിച്ച് അയാൾ. എന്തിനാണ് അവന് ജയ് വിളിക്കുന്നത്? അവൻ എന്നെക്കാൾ വെറും 4ാം കട റോഡിയായിരുന്നു എന്ന് വെച്ചാൽ തറ. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. പക്ഷെ മറ്റൊരാളുണ്ടായിരുന്നു. നീലസാരിയിൽ എല്ലാ കണ്ണുകളെയും തന്നിലേക്ക് കൂടി വലിച്ചെടുപ്പിച്ച് തൃഷ. നമ്മുടെ കുടുംബക്കാരെ ഒരുത്തം തോൽപ്പിക്കാൻ നോക്കിയാൽ എനിക്ക് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റൂ? ചക്ര വന്ന വിവരം പറഞ്ഞോടനെ 1 മാസത്തേക്ക് ഷോപ്പ് അടച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. സത്യവാചകം ചൊല്ലുമ്പോഴും സിനിമയിലെ ഫൈനൽ പഞ്ച് ഡയലോഗിന്റെ ഇഫക്റ്റ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. പലതരപ്പെട്ട മക്കൾ അനേവർക്കും എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. പിക്ചർ അഭി ഭി ബാക്കി ഹെ ബൈ. തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. നിനക്ക് പറ്റിയ ഷോപ്പിട്ട് ഞാൻ പണം വെച്ചിട്ടുണ്ട്. അതിന് നിന്നെ കടത്താം. അതിൽ തന്റെ അപ്പനെ കൊണ്ട് കടത്തിയാൽ മുഖ്യമന്ത്രിയാവാൻ പ്രത്യേക പൂജ, ദിവസ പൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒറ്റ ശർക്കര നിവേദ്യവുമാണ്. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.